വെൽക്കം ടു സൈലം ലേണിംഗ്. അനറ്റോമീസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. നമ്മുടെ 6ാം ക്ലാസ്സിൽ ബേസിക് സയൻസിലെ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് ഏതായിരുന്നു? ജീവന്റെ ചെപ്പുകൾ അഥവാ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല്, യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഐഡിയാസ്, ഇത്രയും കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്നും കൂടി നമുക്കൊന്ന് അറിഞ്ഞു വെക്കണം അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ഇന്നത്തെ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡു യു എഗ്രി വിത്ത് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ. താഴെ പറയുന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയും, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ റീസണും കൂടി ഒന്ന് പറഞ്ഞേക്കണം. ഫസ്റ്റ് എന്താണ്? ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എറ്റ്സെട്ര മേ ബി യൂസ്ഡ് ഫോർ ഒബ്സർവിംഗ് സെൽസ്. കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഹാൻഡ് ലെൻസിനെ പറ്റി നമ്മൾ പഠിച്ചു, മൈക്രോസ്കോപ്പിനെ പറ്റി നമ്മൾ പഠിച്ചു. ഈ ഹാൻഡ് ലെൻസ് എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കാണുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്തത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ വായുവിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ ജീവജാലങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളെ കാണണമെങ്കിൽ നമ്മൾ ഈ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്താൽ മാത്രം പോരാ, നേരെ മറിച്ച് നമ്മൾ മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം മൈക്രോസ്കോപ്പ് എന്തിനാണ്, അതുപോലെ തന്നെ ഹാൻഡ് ലെൻസ് എന്തിനാണ് എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഹാൻഡ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വസ്തുക്കളെ കുറച്ചും കൂടി വലുതാക്കി കാണാൻ, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കളെ കാണുന്നതിന് വേണ്ടിയാണ്. എങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാൻ പറ്റുമോ? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാൻ പറ്റും. കാരണം കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവയെ കാണണമെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം. പക്ഷേ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാൽ ഒരിക്കലും നമ്മുടെ സെൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതെന്താണ്? ഇതിനോട് നമുക്ക് യോജിക്കുന്നില്ല എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം മൈക്രോസ്കോപ്പ് എന്തിനാണ് എന്നും കൂടി നിങ്ങളൊന്ന് ഇവിടെ ജസ്റ്റ് മിസ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തിനാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സീ മൈക്രോ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ബൈ അവർ നേക്കഡ് ഐ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് ലെൻസ്. ഇവിടെ നോക്കിയാൽ അറിയാമല്ലേ, നമ്മുടെ ചെറിയ ഉറുമ്പിൻ്റെ ആ ഒരു തല കുറച്ചും കൂടി വലുതാക്കി കാണുന്നുണ്ട് നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട്. ഇനി അടുത്തത് എന്താണ്? there are organism on the earth with only one cell. ഒരു കോശം മാത്രമുള്ള ജീവികളും നമ്മുടെ ഭൂമിയിലുണ്ട്. ശരിയാണോ? നമ്മളൊക്കെ എന്താണ്, അതായത് നമ്മൾ ഈ മനുഷ്യന്മാരും അതുപോലെ തന്നെ ആനിമൽസും ഒക്കെ എന്താണ്, ബേർഡ്സ്, ആനിമൽസ്, പ്ലാന്റ്സ് ഇവയൊക്കെ എന്താണ്, ഒരു കോശമല്ല, അവർക്ക് ഒന്നിലധികം കോശങ്ങളുണ്ട്. ഇത്തരം ഓർഗാനിസത്തിനെ നമ്മൾ പറയുമായിരുന്നു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് നമ്മൾ പറയുമായിരുന്നു. എന്തായിരുന്നു? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അതായത് ഒന്നിലധികം കോശങ്ങളുണ്ട്. അതിനെ നമ്മൾ ബഹുകോശ ജീവികൾ എന്നാണ് ഈ മലയാളത്തിൽ പറയുന്നത്, ബഹുകോശ ജീവികൾ. പക്ഷേ ഒരു കോശം മാത്രമുള്ള ജീവികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ അമീബ, അതുപോലെ പാരമീസിയം, അതുപോലെ യുഗ്ലീന, അവയ്ക്കൊക്കെ എന്താണ്, ഒരു കോശം മാത്രമേ ഉള്ളൂ. അത്തരം ഈ ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു, അത്തരം ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ്. there are organism with only one cell. എക്സാമ്പിൾസ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് എന്താണ്? ദ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ഓർഗാനിസം ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് സെൽ. അതായത് ജീവികൾക്ക് ഇപ്പം പറയുന്ന നമ്മുടെ സൈസും അതുപോലെ തന്നെ നമ്മുടെ പപ്പേൻ്റെയും, അതായത് നമ്മുടെ അപ്പൻ്റെയും നമ്മുടെ അമ്മേൻ്റെയും ഒക്കെ സൈസൊക്കെ എപ്പോഴും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ മനുഷ്യന്മാർ തന്നെ പല സൈസിലായിരിക്കും ഉള്ളത്. ചിലർക്ക് നല്ല തടിയുണ്ടാവും, ചിലർക്ക് നല്ല നീളം ഉണ്ടാവും, ചിലർ ചെറുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ജീവജാലങ്ങളുടെയും വലുപ്പ വ്യത്യാസം എന്ന് പറയുന്നത് അവയിലുണ്ടാവുന്ന കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണോ? അത്
അത് ശരിയാണോ? അല്ല. പിന്നെ എന്തിൻ്റെ വ്യത്യാസം മൂലമാണ് ഇങ്ങനെ വലിപ്പം വ്യത്യാസം നമുക്ക് കാണുന്നത്? അവിടെ സെല്ലിൻ്റെ സൈസിൻ്റെ വ്യത്യാസമല്ല, നേരെ മറിച്ച് സെല്ലിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസമാണ്. അപ്പം നമ്പർ ഓഫ് സെല്ലാണ് ഈ പറയുന്ന ഓരോ ജീവജാലങ്ങളുടെയും വലുപ്പ വ്യത്യാസത്തിന് കാരണം, അല്ലാതെ അവയുടെ സൈസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല. അത് ഓർത്തിരിക്കുക കേട്ടോ. ജീവികളുടെ വലുപ്പം കോശത്തിനെയല്ല, അവയുടെ എണ്ണത്തിനെയാണ് ആശ്രയിക്കുന്നത്. The size of organism is not based on the size of the cell and only based on the number of cell. ഇനി അടുത്ത ചോദ്യം, ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെ ആയിരിക്കും? ഇപ്പം നമ്മളുടെ കേസ് എടുക്കാം, അതായത് മിസ്സിൻ്റെ കേസ് എടുക്കാം. മിസ്സിനെ നോക്കുവാണെങ്കിൽ ഇവിടെ ചീക്ക് സെല്ല് നമ്മൾ ഒരു ചെറിയ എക്സ്പെരിമെൻറ്റിലൂടെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ കണ്ടായിരുന്നു. ചീക്ക് സെല്ല്, അതുപോലെ തന്നെ എന്താണ് മിസ്സിന് മസിൽ സെല്ല് ഉണ്ടാവുന്നു, പേശീകോശം, അതുപോലെ തന്നെ നാഡീകോശം. തലച്ചോറിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണാണ്. അതുപോലെ തന്നെ മസിൽസ് ഓടാനും ചാടാനും അതിനൊക്കെ എന്താ സഹായിക്കുന്നത്? നമ്മുടെ മസിൽ സെൽ, അതായത് നമ്മുടെ എന്താ പറയുക പേശീകോശമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സെല്ല് അറിയാം അല്ലേ, RBC, അതുപോലെ തന്നെ WBC, അതായത് റെഡ് ബ്ലഡ് സെല്ല്, വൈറ്റ് ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെ ധാരാളം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ കോശങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെ ആയിരിക്കും എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെന്താണ്? ബ്ലഡ് സെല്ലാണ്, ബ്ലഡ് സെല്ലാണ്. ഇതെന്താണ്? ചീക്ക് സെൽ, നമ്മുടെ കവിളിലെ കോശമാണ്. ഇതാണ് വൈറ്റ് ബ്ലഡ് സെൽ, അതായത് വെളുത്ത കോശം, വെളുത്ത രക്തമാണ് കേട്ടോ, വൈറ്റ് ബ്ലഡ് സെല്ലാണ്. പിന്നെ ഇതാണ് നമ്മുടെ ന്യൂറോൺ, നാഡീകോശം. ഇതാണ് നമ്മുടെ മസിൽ സെൽ, അതായത് നമ്മുടെ പേശീകോശം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒരുപോലെയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ ചോദ്യമാണ്. Given below in the table are a few details prepared by a child comparing animal cell and plant cell. Complete the table by filling part of the cell. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജന്തുകോശവും അതുപോലെ തന്നെ ഈ പറയുന്ന സസ്യകോശം ജന്തുകോശവും കൂടി താരതമ്യം ചെയ്തിട്ട് ഒരു കുട്ടി തയ്യാറാക്കിയ പട്ടികയിലെ വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പട്ടിക മിസ്സിപ്പം കാണിച്ചു തരാം. ഇനി വിട്ടുപോയ ഭാഗങ്ങൾ അതൊക്കെ ചേർത്തിട്ട്, അതായത് കോശത്തിലെ ആ ഭാഗങ്ങളൊക്കെ ചേർന്നിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പട്ടിക മിസ് ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാബുലാർ കോളം. ഇതിൽ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കോശഭാഗങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതാ 2 സെല്ലും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് കാണുന്നത് എന്താണ്? ഇതാണ് ആനിമൽ സെൽ എന്ന് പറയുന്നത്. ആനിമൽ സെൽ അല്ലെങ്കിൽ ജന്തുകോശം. ഇനി ഇതെന്താണ്? ഇതാണ് പ്ലാന്റ് സെൽ എന്ന് പറയുന്നത്, അഥവാ സസ്യകോശം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ 2 കോശങ്ങളും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ ഈ പ്ലാന്റ് സെല്ലിൽ ഇല്ല, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ആനിമൽ സെല്ലിൽ ഇല്ല. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ രണ്ടിടത്തുമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ അതിൻ്റെ സൈസിന് വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് 1 ബൈ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. ആദ്യം നമുക്ക് എന്ത് നോക്കാം? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. രണ്ടിടത്തും എന്താണ്? മർമ്മമുണ്ട്. ആ ഒരു കോശത്തിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേബിൾ ഒന്ന് നോക്കാം. 2 ഭാഗത്തും ഉണ്ട്, അതായത് പ്ലാന്റ് സെല്ലിലും ഉണ്ട്, ആനിമൽ സെല്ലിലും ഉണ്ട്. എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസ്. അപ്പം നമുക്ക് ഒരു ഭാഗം എഴുതാം, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം ഇതാണ്ട് 2 ഭാഗത്തും ഉണ്ട്. ഇനി അടുത്തത് നോക്കിയാലോ, ഹരിതകം, അതായത് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് നോക്കിക്കേ, നമുക്ക് ആനിമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷേ പ്ലാന്റ് സെല്ലിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതും സസ്യകോശങ്ങളിൽ ഉള്ളതുമായ ഒരു കോശത്തിൻ്റെ ഭാഗമാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും? എന്താ നമ്മൾ പറഞ്ഞത്? സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലില്ല. അപ്പം ഇതാണ്ട് സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലില്ല. അപ്പം അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം.
കോശദ്രവ്യം അതായത് സൈറ്റോപ്ലാസം രണ്ടിടത്തും ഉണ്ടല്ലേ. ഇതാണ്ട് ആനിമൽ സെല്ലിലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിലും ഉണ്ട് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. എന്താണ് കോശദ്രവ്യം എന്നറിയാവോ? ആ കോശത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ദ്രവരൂപത്തിലുള്ള അതായത് മെട്രിക്സ് ഇൻസൈഡ് ദി സെല്ലിനെയാണ് നമ്മൾ ഈ പറയുന്ന ഈ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിടത്തും ഉണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ, രണ്ടിടത്തുമുണ്ട്. ഇതാണ്ട് സസ്യകോശത്തിലും ഉണ്ട്, അതുപോലെ തന്നെ ജന്തുകോശത്തിലും ഉണ്ട്. എന്താണ് കോശദ്രവ്യം? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി അടുത്തത് നോക്കാം, കോശഭിത്തി, സെൽ വോൾ. സെൽ വോൾ നോക്കിക്കേ, നമുക്ക് ആനിമൽ സെല്ലിൽ കാണുന്നില്ല, പക്ഷേ സെൽ വോൾ എന്ന് പറഞ്ഞാൽ ഇതാ പ്ലാന്റ് സെല്ലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കിതാ നേരത്തെ നമ്മൾ ഹരിതകം പറഞ്ഞതുപോലെ തന്നെ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ എന്ന് പറയുന്നത് നമുക്ക് ആനിമൽ സെല്ലിൽ കാണാൻ പറ്റില്ല, പ്ലാന്റ് സെല്ലിലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതാണ്ടേ പ്ലാന്റ് സെല്ലിലുണ്ട്, ആനിമൽ സെല്ലിലില്ല. ഏത് ഭാഗമാണ്? സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തതാണ് നമ്മുടെ ഫേനം അതായത് വാക്യൂൾ എന്ന് പറയുന്നത്. അത് രണ്ടിടത്തും ഉണ്ട്, പക്ഷെ അതിൻ്റെ സൈസ് ഒന്ന് മക്കൾ നോക്കിക്കേ. ആനിമൽ സെല്ലിൽ അതിൻ്റെ സൈസ് ചെറുതാണ്, പ്ലാന്റ് സെല്ലിൽ അതിൻ്റെ സൈസ് വലുതാണ്. അപ്പം ഫേനം അല്ല വാക്യൂൾ എന്ന് പറഞ്ഞാൽ അത് രണ്ടിടത്തും ഉണ്ട്, പക്ഷെ സൈസിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, സസ്യകോശങ്ങളിൽ വളരെ വലുതും അതുപോലെ തന്നെ ജന്തുകോശങ്ങളിൽ ചെറുതുമായ ഒരു ഭാഗമാണ് നമ്മുടെ വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്ന് പറയുന്നത്. അപ്പം 5 empty ആയിട്ടുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് 5 എണ്ണം നമ്മൾ ഫില്ല് ചെയ്തു. പക്ഷെ ഒരു ഭാഗം കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, അതാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കോശത്തിൻ്റെ നമ്മുടെ സെല്ലിൻ്റെ ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ടിടത്തും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ മർമ്മം എന്ന് പറയുന്നത്, 2 എന്താണ് കോശദ്രവ്യം സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്, 3 എന്താണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്ന് പറയുന്നത്. ഇനി സൈസിൻ്റെ വ്യത്യാസത്തിൽ വരുന്നത് ഫേനമാണ്. ഫേനം അതായത് വാക്യൂൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ വലുതും അതുപോലെ തന്നെ ആനിമൽ സെല്ലിൽ ചെറുതുമാണ്. ഇനി ആനിമൽ സെല്ലിൽ ഇല്ലാതെ പ്ലാന്റ് സെല്ലിലുള്ള 2 കാര്യങ്ങളാണ്, ഒന്ന് ക്ലോറോപ്ലാസ്റ്റ് അഥവാ നമ്മുടെ ഹരിതകവും അതുപോലെ സെൽ വോൾ അല്ലെങ്കിൽ നമ്മുടെ കോശഭിത്തി. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചപ്പോഴേക്കും നമ്മൾ ഈ ചാപ്റ്റർ തന്നെ ഏകദേശം ഒന്ന് തറവായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഇത് ഇഷ്ടമായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.